ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസർബൈജാനിൽ വന്നിട്ടുള്ള സെക്കൻഡ് ഡേയും അതുപോലെ തന്നെ നമ്മുടെ ട്രിപ്പിന് ഫസ്റ്റ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര അധികം എക്സൈറ്റഡ് ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വില്ലയിൽ നിന്ന് കുറച്ചധികം ദൂരമുണ്ട് നമ്മുടെ സിറ്റിയിലോട്ട്. ഏകദേശം ഒരു 40 മിനിറ്റോളം ട്രാവൽ ഉണ്ട് സിറ്റിയിലോട്ട്. എന്നിട്ടാണ് പിന്നെ നമ്മുടെ മെയിൻ സെന്റേഴ്സിലോട്ടൊക്കെ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചധികം ലേറ്റ് ആണ്. ഞങ്ങൾക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹോട്ടൽ സെലക്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് റെസ്റ്റോറൻറ്റ്സും ഹോസ്പിറ്റലൊക്കെ അല്ലെങ്കിൽ നെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാതെ നമ്മൾ നമ്മുടെ സിറ്റി തന്നെ മെയിൻ സിറ്റി തന്നെ ഹോട്ടലോ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റോ സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഐഡിയ. അതാകുമ്പോൾ നമുക്ക് മെയിൻ സെന്റേഴ്സിലോട്ടൊക്കെ പോകാനും എളുപ്പമായിരിക്കും. ഇന്നലെ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നിട്ട് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വൈകുന്നേരം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോയി. പക്ഷെ ഞങ്ങളൊരു 5-6 കടകൾ കയറി ഇറങ്ങിയിട്ട് ഫുഡ് കിട്ടിയില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചധികം ബുദ്ധിമുട്ടി. കുഞ്ഞുള്ളത് കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഉള്ള ഒരു ഹോട്ടലൊക്കെ ദൂരെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടൊക്കെയാണ് ഫുഡൊക്കെ വാങ്ങിയത്. അപ്പൊ രാവിലെ തന്നെ ഞങ്ങളത് മായ എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. ഇത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റുകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് നല്ല അറ്റ്മോസ്ഫിയർ ആണ്. അതുപോലെ തന്നെ നല്ല ഫുഡും ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തപ്പം പലരും ചോദിച്ചു ഇതൊക്കെ പ്ലാൻഡ് ആയിട്ട് പോയതാണോ. പ്ലാൻഡേ അല്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ തന്നെ ആയിപ്പോയതാണ് കേട്ടോ. നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഹൈലാൻഡ് പാർക്ക് ആണ് കേട്ടോ. നമുക്ക് ഇവിടെ ഒരു ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റും. അതിന് ഒരു 200 സ്റ്റെപ്പ് കയറണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ഇവിടോട്ട് കയറുന്നതിന് മുന്നേ ഒരു ജ്യൂസോ വെള്ളമോ ഒക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ക്ഷീണം വരുമ്പോൾ കുടിക്കാമല്ലോ. ഇത് ഒലീവ്സ് ആണ് കേട്ടോ. ഇവിടെ മെയിൻ ആൻഡ് കോമൺ ആണ് ഈ ഒലീവ്സ്. അപ്പൊ ഈ 200 സ്റ്റെപ്പ് കയറി ചെന്നാൽ നമ്മൾ കുറേ മെയിൻ അട്രാക്ഷൻസ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഒന്നാമത്തത് ഫ്ലെയിം ടവർ ആണ്. അപ്പൊ അതെ 200 സ്റ്റെപ്പ് കയറി വന്നാലുള്ള മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബാക്കു ഫുൾ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. ബാക്കു, ബൊളീവിയാഡ്, മാള്, അതുപോലെ തന്നെ ഫെറിസ് വീല്, ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാനായിട്ട് പറ്റും. ഇവിടെ വരാനുള്ളൊരു മെയിൻ ടൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നത് ഈവനിങ് ടൈമാണ്. അപ്പം നിങ്ങൾ ഇവിടെ കയറി വന്ന് ഇവിടുത്തെ വ്യൂ ഒക്കെ കഴിഞ്ഞ് ഇവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും ഈ വ്യൂ പോയിന്റ് ഒക്കെ വെച്ചിട്ട്. അപ്പം ഈ ഫോട്ടോസ് ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈവനിങ് ടൈം ആവും. അപ്പോഴാണ് ഫ്ലെയിം ടവറിൽ ഈ ലൈറ്റ്സ് ഒക്കെ ഇടുന്നത്. അപ്പോൾ നല്ല വീഡിയോയും വ്യൂവും അതുപോലെ നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ടും പറ്റും. അപ്പം ഈവനിങ് ടൈമാണ് നല്ല ടൈം ഇവിടെ വന്നാൽ ഫോട്ടോ എടുക്കാനൊക്കെ. അതുപോലെ തന്നെ ഇവിടെ ഫോട്ടോ എടുത്തു തരാൻ വേണ്ടി കുറച്ച് പേര് നിൽപ്പുണ്ട്. അപ്പൊ നിങ്ങൾ അവരുടെ അടുത്തൊന്ന് പറ്റിക്കപ്പെടരുത്. ഞങ്ങൾക്ക് ഒരബദ്ധം പറ്റി. ഞങ്ങൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ പിക്ചർ അവർ എടുക്കുകയും ചെയ്തു. അവർ പറഞ്ഞതിനേക്കാളും കൂടുതൽ എമൗണ്ട് ചോദിക്കുകയും ചെയ്തു. അവർ നമ്മളെ നിർബന്ധിക്കും. അവരുടെ ഒരു സ്ട്രാറ്റജിയാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ നിർബന്ധിച്ച് ഫോട്ടോ എടുക്കും. അവസാനം നമുക്ക് പറഞ്ഞതിനേക്കാളും കൂടുതൽ എമൗണ്ട് ഇവർ ചോദിക്കുകയും ചെയ്യും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് 1-2 പോയിന്റ്സ് അല്ലെങ്കിൽ മെയിൻ അട്രാക്ഷൻസിന്റെ മുന്നിൽ നിന്നിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക. ആ പോയിന്റിൽ നിന്ന് മാത്രം ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഇവിടെ നല്ല പറ്റിക്കപ്പെടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ രണ്ടാമത് പോയ സ്ഥലം എന്ന് പറയുന്നത് ലിറ്റിൽ വെനീസ് ആണ് കേട്ടോ. ഇവിടെ ബോട്ടിംഗ് ഒക്കെ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ബാക്കു ബൊളീവിയാഡിനുള്ളിലുള്ള ഒരു മാൻമെയ്ഡായിട്ടുള്ള ലേക്കാണ് കേട്ടോ ഈ ലിറ്റിൽ വെനീസ് എന്ന് പറയുന്നത്. ഇവിടെ കയറണമെന്നുണ്ടെങ്കിൽ എൻട്രി ഫീ ഉണ്ട്. ഒരു 15 അസർബൈജാനിൽ താഴെയാണ് കേട്ടോ ഇവിടുത്തെ ഫീ എന്ന് പറയുന്നത്. ഒരു നല്ല ബോട്ടിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. ഒരുപാട് ടൂറിസ്റ്റുകളും വരുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ഒരു 10-15 മിനിറ്റിന് ബോട്ടിങ്ങേ ഉള്ളൂ എങ്കിലും നല്ല വ്യൂ ആണ്, നല്ല അറ്റ്മോസ്ഫിയർ ആണ്. നമുക്ക് തീർന്നു പോയോ അങ്ങനെ ഒരു ഫീലാണ് തോന്നുന്നത് കേട്ടോ. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിംഗ് ആണ്. നല്ല വ്യൂ ആണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അസർബൈജാന് വരുന്നതിന് മുൻപ് ഒരുപാട് ഏജൻസികളെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിരുന്നു. കാരണം ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഒരു ഏജൻസി ത്രൂ നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ഏജൻസി നോക്കി കേട്ടോ.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബെസ്റ്റ് ഏജൻസി ഞങ്ങൾ ചൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവരോട് നമ്മൾ ഇത്ര ദിവസത്തെ പ്ലാൻ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പം അത് അവർ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് വേണ്ട ഒരു പെർഫെക്റ്റ് ചാർട്ട് നമുക്ക് ഉണ്ടാക്കി തന്നു. അതിനനുസരിച്ചാണ് കേട്ടോ നമ്മൾ ത്രൂ ഔട്ട് നമ്മുടെ ജേർണി ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാർട്ടിൽ ഒരു ദിവസം പോകാൻ പറ്റുന്ന മാക്സിമം സ്ഥലങ്ങൾ അവർ കവറപ്പ് ചെയ്തിട്ടാണ് ഓരോ പ്ലാനും ഒരു ദിവസത്തെ പ്ലാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ജേർണി എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തില്ല. പക്ഷെ അതിനൊരു കുറ്റബോധമോ ഒന്നും ഞങ്ങൾക്ക് തോന്നിയേയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പോയ സ്ഥലങ്ങൾ എവിടെയാണോ അവിടെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്ത് ഒരുപാട് ഹറിബറി ആക്കാതെ ഉള്ള സ്ഥലം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നല്ലതായിട്ട് എൻജോയ് ചെയ്തു. ശരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്ര നല്ല റിലാക്സ്ഡ് ആയിരുന്നു, നല്ല പീസ്ഫുൾ ആയിരുന്നു, നല്ല സൂപ്പറായിരുന്നു. അല്ലാതെ നമ്മൾ ഇന്ന സ്ഥലത്ത് പോകണം, അതുകൊണ്ട് പെട്ടെന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകണം, അങ്ങനെ ഒരു ഹറിബറിയേ ഇല്ലായിരുന്നു. നമ്മൾ പോയ സ്ഥലം ഏതാണോ അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ബൊളീവിയയിലെ മാളിലാണ് കേട്ടോ. അപ്പൊ എൻ്റെ വീഡിയോയുടെ ആദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മൾ ആ ഒരു ഹൈലാൻഡ് പാർക്കിൽ പോയില്ലേ. അപ്പൊ ഹൈലാൻഡ് പാർക്കിലുള്ള ഒരു വ്യൂ ഉണ്ടായിരുന്നില്ലേ, അപ്പൊ അവിടെ നിന്ന് കണ്ട ആ മാളും ഫെറിസ് വീലും ഒക്കെയാണ് കേട്ടോ അവിടെ ഇപ്പൊ നമ്മൾ കണ്ടത്. ഇപ്പൊ ആ മാളിലാണ് നമ്മൾ കയറിയേക്കുന്നത്. പിന്നെ ഈ മാളിൽ കയറി ഞങ്ങൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് ഇറക്കി വിട്ട പിന്നെ അവന് ഓട്ടമാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ചു പേരൊക്കെ കളിച്ച് ബോളൊക്കെ വെച്ചിട്ട് കുറച്ചു പേരൊക്കെ കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ കാറ്റ് സഹിക്കാൻ വയ്യാതിരുന്നപ്പോൾ ഞങ്ങളൊരു കഫേയിൽ കയറി കേട്ടോ. അതിനുള്ളിൽ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊക്കെ ഉള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ലൊരു കോഫിയൊക്കെ കുടിച്ച് ലൈമ് കോഫി അങ്ങനെ എന്തൊക്കെയോ നമ്മൾ ഓർഡർ ചെയ്തു. അതൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പൊ ഈ ബാക്കു ബൊളീവിയയുടെ ആ ഒരു ലൊക്കേഷനിൽ തന്നെയാണ് ഈ പറയുന്ന ഫ്ലെയിം ടവറും ലിറ്റിൽ വെനീസും അതുപോലെ തന്നെ അപ്പൊ അവിടെ നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാനും ഒക്കെ പറ്റും. ഈ മാളും ഒക്കെ അടുത്തടുത്താണ് കേട്ടോ. പിന്നെ ഫെറിസ് വീൽ എന്ന് പറയുന്ന ആ ഒരു ഫെറിസ് വീലും ഒക്കെ ഇവിടെ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ ടൈമിംഗ് അനുസരിച്ച് നിങ്ങൾക്ക് വന്നാൽ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടുത്തെ ഓരോ കാഴ്ചകളും ഞങ്ങൾ ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ് കേട്ടോ കണ്ടത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോരോ ചെടികൾക്കും അല്ലെന്നുണ്ടെങ്കിൽ ആ സ്കൈ എല്ലാം നല്ല നല്ല ഭംഗിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് മാത്രമല്ല ഈവനിങ് ടൈം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഈവനിങ് ടൈമിലെ ആ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ സൂപ്പറായിരുന്നു. അസർബൈജാന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് കേട്ടോ ഈ ബാക്കു എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇവിടെ ഒരുപാട് കാഴ്ചകളും കാണാനുണ്ട്. പിന്നെ ഈ ബാക്കു ബൊളീവിയറിന് അടുത്തടുത്ത് തന്നെയാണ് കുറേ സ്ഥലങ്ങൾ നമുക്ക്
കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ കാർപ്പറ്റ് മ്യൂസിയം ഉണ്ട്, അതുപോലെ തന്നെ ഈ ലിറ്റിൽ വെനീസ്, പിന്നെ ഫെറിസ് വീല്, മാള്, അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും അടുപ്പിച്ചടുപ്പിച്ചാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ബാക്കുവിൽ തന്നെ ഉണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ ഇനി ഒരു അവസരം കിട്ടിയാൽ ഞങ്ങൾ ഇങ്ങോട്ട് വരും കേട്ടോ. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളും നല്ല എൻവയോൺമെന്റും അറ്റ്മോസ്ഫിയറും, അതുപോലെ നല്ല എന്താ പറയാ, നല്ലൊരു ജേർണി ആയിരുന്നു ഇത്. ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞ 7-8 ദിവസം ഞങ്ങൾക്ക് അത്രേ ഉള്ളല്ലോ എന്നുള്ള തോന്നലായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഡേ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ശരിക്കും ഭയങ്കര ഇമോഷണലായി. കാരണം ഇത്രയും ദിവസം ഇത്രയും നല്ല ഭംഗിയുള്ള കുറേ നല്ല മെമ്മറീസ് വന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് പോകാനും ഭയങ്കര മടിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുമ്പോഴും അയ്യോ ഇന്ന് ഒരു ദിവസം കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, ഇനി ഇത്രയും ദിവസം കൂടെ അല്ലേ ഉള്ളൂ, അങ്ങനൊരു ഫീൽ ആയിരുന്നു കേട്ടോ. അത്രയ്ക്കും മടിയായിരുന്നു ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ കാണുന്നത് ഫ്ലെയിം ടവർ ആണ്. അസർബൈജാന്റെ വൺ ഓഫ് ദ മെയിൻ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അസർബൈജാന്റെ ചില മൗണ്ടൻസ് ഏരിയയിൽ നാച്ചുറൽ ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് തീ കത്തി നിൽക്കാറുണ്ട്, എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കാറുണ്ട്. അപ്പൊ ആ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ വെച്ചിട്ടാണ് കേട്ടോ ഈ ഫ്ലെയിം ടവർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അസർബൈജാന്റെ ഒരു നിക്നെയിം എന്ന് പറയുന്നത് ദ ലാൻഡ് ഓഫ് ഫയർ എന്നാണ് കേട്ടോ. അപ്പൊ ആ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ കാരണമാണ് ഈ ഒരു ഫ്ലെയിമിന്റെ ഷേപ്പിലുള്ള ടവർ നിർമ്മിച്ചേക്കുന്നത്. ഇതിൽ 3 ടവേഴ്സ് ആണ് ഉള്ളത്. സിറ്റിയിലെ എവിടെ നിന്ന് നോക്കിയാലും ഈ ഫ്ലെയിം ടവർ കാണാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ, അത്രയ്ക്കും ടോളസ്റ്റ് ആണ്. ഈ 3 ടവറിൽ കൂടെ റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ്, അപ്പാർട്ട്മെന്റ്സ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഈവനിങ് ആയി കഴിഞ്ഞാൽ ഈ ഫ്ലെയിം ടവറിൽ അസർബൈജാന്റെ ഫ്ലാഗ്, ഈ ഫ്ലെയിമിന്റെ വീഡിയോസ്, അങ്ങനെയൊക്കെയുള്ള കുറെ പിക്ചേഴ്സ് ഒക്കെ അവ ഇടും കേട്ടോ. അപ്പതേ നമ്മളിപ്പോ പോകുന്നത് ഒരു ലോക്കൽ മാർക്കറ്റിലോട്ടാണ്. ചെറിയൊരു തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. കാറ്റാണ് കൂടുതലും. അപ്പം നമ്മൾ നെക്സ്റ്റ് ഡേ ഒക്കെ പോകുന്ന സ്ഥലങ്ങളിൽ കുറച്ചുകൂടെ തണുപ്പുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ കുഞ്ഞിനും ഞങ്ങൾക്കൊക്കെ സ്വെറ്റർ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇവിടുത്തെ വെസ്റ്റേൺ വെയേഴ്സിന്റെ കളക്ഷൻ ഒരു രക്ഷയില്ല. എന്ത് ഭംഗിയാണെന്നറിയോ, ഒരുപാട് കളക്ഷൻ ഉണ്ട്. പക്ഷെ എനിക്ക് ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇവിടെ കറക്റ്റ് സൈസ് കിട്ടുന്നില്ല. ഇപ്പം സ്മോൾ എടുത്താൽ അത് എക്സൽ ആയിരിക്കും, എക്സൽ എടുത്താൽ സ്മോൾ ആയിരിക്കും, അങ്ങനെ സൈസ് കിട്ടുന്നേ ഇല്ലായിരുന്നു കേട്ടോ. പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് റൂമിലോട്ട് വന്നു. ഈ റൂമെന്ന് പറയുന്നത് നമ്മൾ ആദ്യം എടുത്ത ആ വില്ല തന്നെയാണ് കേട്ടോ. ഒട്ടും വൃത്തിയില്ല, ഒട്ടും ക്ലീൻ അല്ല. ഞാൻ ആദ്യം കാണിച്ചത്, എൻ്റെ വീഡിയോയിൽ ആദ്യം കാണിച്ചില്ലേ, ആ വില്ല തന്നെയാണ്. നമ്മൾ നാളെ വേറെ ഡെസ്റ്റിനേഷനിലോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങോട്ട് വരും. മേ ബി നിങ്ങൾ ഈ റൂം മാറാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഓരോ ദിവസത്തെയും ക്ലൈമറ്റ് ഭയങ്കര ഡിഫറെന്റ് ആണ് കേട്ടോ. ഇന്ന് ഭയങ്കര തണുപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പലരും ഈ ഒരു കാഴ്ചകളൊന്നും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. നെക്സ്റ്റ് നമ്മൾ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് കേട്ടോ വേറൊരു ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.